ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു മിനി സ്ക്രാപ്പ് ബുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ മിനി സ്ക്രാപ്പ് ബുക്കിന്റെ ഉള്ളിലുള്ള പേജസ് എങ്ങനെയൊക്കെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽ എനിക്ക് ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് കുഞ്ഞു കുഞ്ഞു കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാനും ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല, സ്കൂളിലൊക്കെ ഇതുപോലെ ഒരു കാർഡ് മേക്കിംഗ് കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ മുൻപന്തിയിൽ തന്നെ ഞാൻ പോയി നിൽക്കാറുണ്ട്. അങ്ങനെ ഞാൻ പങ്കെടുത്ത കോമ്പറ്റീഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രൈസ് എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. ആദ്യമൊക്കെ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ട് അതിനെ രണ്ടായി മടക്കി ഉള്ളിൽ എന്തെങ്കിലും ഫ്ലവേഴ്സോ ചിത്രശലഭമൊക്കെ വരച്ചിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം. പിന്നെ അതിൻ്റെ ഒരു പുരോഗമന വേർഷനായിരുന്നു ചാർട്ട് മടക്കി ആ മടക്കിയ ഭാഗത്ത് കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിർത്തും. അതൊക്കെയായിരുന്നു അന്നത്തെ ഹൈ ക്ലാസ് കാർഡ് മേക്കിംഗ്. മെയിനായിട്ടും ക്രിസ്മസ് സെലിബ്രേഷൻ വരുന്നതിന് മുമ്പായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു ചാടി വരുന്നത്. ക്രിസ്മസ് സെലിബ്രേഷന് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനായിട്ട് ഇതുപോലൊരു കാർഡ് മസ്റ്റായിരുന്നു. അന്നൊക്കെ ഷോപ്പിൽ നിന്ന് കാർഡ് മേടിച്ചു കൊടുക്കലൊക്കെ വളരെ അപൂർവമായിരുന്നു. എല്ലാവരും ഇതുപോലെ ഒരു ഹാൻഡ് മെയ്ഡ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. അതൊക്കെയായിരുന്നു സ്കൂൾ കാലഘട്ടം. പിന്നെ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലഘട്ടമായപ്പോൾ ലെവലൊന്നും കൂടി കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ +1 +2 പഠിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഇതുപോലെ കാർഡ് മേക്കിങ്ങിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. കാരണം ആ സമയത്താണ് അമ്മയുടെ ഫോണിൽ യൂട്യൂബ് നോക്കി ഇതുപോലുള്ള ഓരോ വീഡിയോസ് കാണാനും പുതിയ പുതിയ കാർഡ്സൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാനും തുടങ്ങിയത്. അന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ട് വല്ലപ്പോഴൊക്കെ അമ്മയുടെ നിന്ന് ഫോൺ മേടിച്ചിട്ടാണ് ഇത്തരം വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോസ് കണ്ടിട്ട് ചെറിയ ചെറിയ ഐഡിയാസൊക്കെ കിട്ടിയിട്ട് അത് വെച്ചിട്ട് പുതിയ പുതിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കോളേജിലെത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ വെറൈറ്റി ആയിട്ടൊരു സംഭവം ഉണ്ടാക്കിയത്. ഒരു ബോക്സിനുള്ളിൽ തന്നെ അത് തുറക്കുമ്പോൾ വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ വരുന്ന എക്സ്പ്ലോഷൻ ബോക്സ് ആണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഒരു തവണ അത് ഉണ്ടാക്കി കോളേജിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് എനിക്കൊരു ഓർഡറും കിട്ടി. അങ്ങനെ പോകെ പോകെ ഓരോ വർക്കുകളും കണ്ടിട്ട് പുതിയ പുതിയ ആൾക്കാരൊക്കെ എനിക്ക് ഓർഡർ തരാൻ തുടങ്ങി. അവിടെ നിന്നായിരുന്നു എൻ്റെ ഈ ഒരു ജേണിയുടെ തുടക്കം. പിന്നെ ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയാലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിനി എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ചിന്തയായി അടുത്തത്. അങ്ങനെയാണ് ഓൺലൈൻ വഴി ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജും തുടങ്ങി. 2021 ഏപ്രിലാണ് ഞാൻ ഈ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 2025 ഏപ്രിലോടുകൂടി 4 വർഷം തികഞ്ഞിരിക്കുകയാണ് എൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് ജേണി. ഈ ഒരു 4 വർഷത്തിനിടയിൽ എനിക്ക് കുറേ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.